പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാ വർഷവും വലിയ നോമ്പുകാലത്ത് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ലോകമെങ്ങും ആഘോഷിക്കുന്ന പതിവുണ്ടല്ലോ. നമ്മളും ആ തിരുനാളിലൂടെ കടന്നു പോകുമ്പോൾ, ആ വിശുദ്ധനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമായി തീരും. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലെ വിശുദ്ധ യോസേപ്പിതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞാനൊരു ഇടവകയിൽ വികാരിയായിരുന്നപ്പോൾ ആ ഇടവകയിൽ സാമാന്യം സാമ്പത്തികമുള്ളൊരു കുടുംബം, പക്ഷേ മകളുടെ വിവാഹം നടക്കുന്നില്ല. വിവാഹത്തിനാണ് ഇഷ്ടംപോലെ പൈസ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. വീട്ടിലെ ആരുടെയും അനുവാദം കൂടാതെ തന്നെ കുടുംബനാഥ ഒരു വലിയ തുകയെടുത്ത് ആ വർഷത്തെ യോസേപ്പിതാവിൻ്റെ തിരുനാളിന് ഊട്ടുനേർച്ച ഉണ്ടാക്കുവാൻ പള്ളി കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. കാരണം മകളുടെ വിവാഹം നടക്കണം, അത് മാത്രമേ നിയോഗമായിട്ട് എന്നോട് പറഞ്ഞുള്ളൂ. ഞാൻ ആ നിയോഗം വെച്ച് ഇന്ന വ്യക്തിയാണ് പണം തന്നതെന്ന് പറയാതെ തന്നെ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. അധികം താമസിക്കാതെ തന്നെ ഈ മകളുടെ വിവാഹം നടന്നു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യവും കൂടെ നടന്നു. ഈ അമ്മച്ചിയുടെ ഭർത്താവിന് അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു. വിവാഹത്തിൻ്റെ അവസരത്തിൽ മാത്രമാണ് പള്ളിയിൽ പോയത്, പിന്നീട് പള്ളിയിലൊന്നും പോയിട്ടില്ല. ഈ മകനും മകളുടെ വിവാഹം നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ അമ്മച്ചിയുടെ ഭർത്താവിന് ഈ മകളുടെ അപ്പന് മനസാന്തരം ഉണ്ടാവുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ടൊരു കുടുംബമായി പിന്നീട് ഈ കുടുംബം മാറി. പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുക, മറിച്ച് യോസേപ്പിതാവിന് മധ്യശക്തി ഉണ്ട്. യോസേപ്പിതാവിന് ആ കുടുംബങ്ങളുടെ വേദന അറിയാം, പ്രയാസങ്ങൾ അറിയാം എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് പണം കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല, പക്ഷെ വിശ്വാസം അത് വലുതാണ്. വിശ്വാസത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും ദൈവത്തിന് സ്വീകാര്യമാക്കി തീരും. വിശുദ്ധ യോസേപ്പിതാവ് നിരാലംബരുടെ, ഒന്നിലും ആശ്രയമില്ലാത്തവരുടെ അഭയകേന്ദ്രമാണ്. ഒരു പരാതിയും പറയാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ, രക്ഷാകരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത വ്യക്തിയാണ്. ഒപ്പം നാടുനീളെ നടന്ന് പരദേശിയായി ജീവിച്ച വ്യക്തിയാണ്. ഒരുപക്ഷെ പ്രവാസികളുടെ മധ്യസ്ഥനാണെന്ന് വേണമെങ്കിലും പറയാം. കാരണം യോസേപ്പിതാവോളം കഷ്ടപ്പെട്ട മറ്റൊരു വിശുദ്ധനില്ലല്ലോ. ഉണ്ണിയെയും കൊണ്ട് പോവുകയാണ്, ദൈവത്തിൻ്റെ പുത്രനെയും കൊണ്ട് ഈജിപ്തിലേക്ക്. തിരിച്ച് ദൂതം കൽപ്പിച്ചപ്പോൾ തിരിച്ചു വരികയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിച്ച ആ വിശുദ്ധ യോസേപ്പിതാവ് നമ്മുടെ ജീവിതത്തിനൊരു ഭാഗമായി തീരണം. എങ്കിലും നമുക്ക് വലിയ നോമ്പ് അനുഗ്രഹമായി തീരുകയുള്ളൂ. പിതാവിൻ്റെ ഹിതവും പുത്രൻ്റെ ഇഷ്ടവും പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യവുമാണത്. അതുകൊണ്ടാണ് വലിയ നോമ്പിൻ്റെ ഇടയ്ക്കും നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുക. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-20 തിരുവചനം. ഹെരോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അതെ, ഒരു പരാതിയും കൂടാതെ സ്വപ്നത്തിൽ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് യോസേപ്പിതാവ് പ്രവർത്തിക്കുമ്പോൾ പാവപ്പെട്ട് നമുക്ക് ഇത് മാതൃകയാക്കേണ്ടേ, ദൈവത്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറേണ്ടേ. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് വലിയ നോമ്പിൽ വിശുദ്ധ യോസേപ്പിതാവിന് മധ്യസ്ഥം തേടാം. ഉണ്ണീശോയെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങളെല്ലാവരെയും പിശാചിൻ്റെ കരങ്ങളിൽ നിന്നും ദുഷ്ടതയുടെ തിന്മകളിൽ നിന്നും കഥ സംരക്ഷിക്കുവാൻ ഈശോയോട് പറയണമേ. എല്ലാത്തിൻ്റെ മേൽ വിജയം നേടിയ ഞങ്ങളുടെ ഈശോ, രക്ഷകനായ ഈശോ ഞങ്ങൾക്ക് രക്ഷകനായി മാറട്ടെ. അങ്ങനെ പാപത്തിന്മേലും പിശാചിൻ്റെ മേലും തിന്മകളുടെ മേലുമുള്ള ആധിപത്യം ഞങ്ങളിൽ നിന്ന് മാറ്റി ഞങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി തീരട്ടെ. വിശുദ്ധ യോസേപ്പിതാവേ, കുരിശിൽ മരിച്ച നമ്മുടെ ഈശോയോട് പറയണേ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ യോസേപ്പിതാവിന്റെ മധ്യസ്ഥത്തോടും മധ്യശക്തിയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജ്വലിക്കുന്നൊരഗ്നിയാം ദിവ്യകാരുണ്യമേ, ദിവ്യശോഭയാലെന്നുള്ളം തെളിയും. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യാഗ്നിതൻ ശക്തിയാലെന്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നാഥ. ദിവ്യകാരുണ്യനാഥ.